ഒരു നയ പൈസ ചെലവില്ലാതെ യാതൊരു എഫേർട്ടും ഇല്ലാതെ നിങ്ങളുടെ ഈ യൗവനം നിങ്ങൾക്ക് കുറച്ചുകൂടി നാളിങ്ങനെ കീപ്പ് ചെയ്യാന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ എപ്പോൾ റെഡിയായി എന്ന് ചോദിച്ചാൽ മതിയില്ലേ? രാവിലെ എഴുന്നേറ്റ് എടിയെന്നുള്ളൊരു വെളിയിൽ പറന്നു വരുന്ന ചൂടുള്ള കടുപ്പത്തിലല്ല ഒരു കപ്പ് കോഫി. അതുകൂടാതെ മുന്നിലിരിക്കുന്ന പ്ലേറ്റിലേക്കാണെങ്കിൽ ദോശയിടയിൽ സംബന്ധി സാമ്പാർ ഇതെല്ലാം ഒരു മാജിക് പോലെ പറന്നു വരുന്നു. കൂടാതെ അലക്കി തേച്ച വസ്ത്രങ്ങളും അതുകൂടാതെ നിങ്ങളുടെ ലഞ്ച് ബോക്സിലേക്ക് കുത്തി തിരകുന്ന നിങ്ങളുടെ ഉച്ചയൂണും ഇതെല്ലാം കഴിഞ്ഞ് ആ വാതിൽപ്പടി ഇറങ്ങുമ്പോൾ ഒന്ന് തിരിഞ്ഞു നിന്ന് കറ്റുപൂടി കറ്റുപൂടിര കനാല കണ്ടുപൂടി കറ്റുപൂടിര ഒന്ന് തിരിഞ്ഞു നിന്ന് സ്നേഹത്തോടു കൂടി അവനെ അല്ലെങ്കിൽ അവളെ ഒന്ന് നോക്കി ഒന്ന് കെട്ടിപ്പിടിച്ച് ഒരു മുത്തം എടുത്ത് പോയിട്ട് വരാടി അല്ലെങ്കിൽ പോയിട്ട് വരാടാ എന്ന് പറഞ്ഞ് ആ പെട ഇറങ്ങിയാൽ എന്താണ് ഹേ മിസ്റ്റർ ഓർ മിസ്സസ് നിങ്ങൾക്കൊക്കെ ഉള്ള പ്രശ്നമോ? അവിടെ തീരെ നമ്മളിലൊക്കെയുള്ള കുറേ അധികം പ്രശ്നങ്ങൾ. അപ്പോൾ നമ്മളിൽ ഉറങ്ങിക്കിടക്കുന്ന ഈ ലവ് ഹോർമോൺസ് ഉണ്ട്, പറയാനായിട്ട് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ഉള്ള പേരാണ്, പക്ഷെ നമ്മൾക്കൊക്കെ അറിയാം. ആ ലവ് ഹോർമോൺസിനെ ഒരു സ്പാർക്ക് കൊടുക്കാനായിട്ട് കമ്പിപ്പാരി എടുത്ത് ഒന്ന് കുത്തി പൊക്കിയാൽ ദാ നിങ്ങളുടെ യൗവനം വീണ്ടും നിങ്ങൾക്ക് തിരിച്ചെടുക്കാം. അത് കഴിഞ്ഞ് കുറെ നാൾ കഴിഞ്ഞ് നിങ്ങൾ കണ്ണാടിയിലൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നോ ബാഡ് എന്ന് നിങ്ങൾ പറയും. അന്ന് ഇതിന്റെ അടിയിൽ വന്നൊന്ന് കമന്റ് ചെയ്യണേ. നമ്മളായിട്ട് ഇടപെടുന്നവരോട് ഒന്ന് സ്നേഹത്തോടു കൂടി സംസാരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് അല്ലെങ്കിൽ മക്കൾ ഇവരെല്ലാം ഒന്ന് കെട്ടിപ്പിടിക്കുക, ഒരു മുത്തം കൊടുക്കുക. നിങ്ങളുടെ ആ ഒരു പ്രവൃത്തി ഉണ്ടല്ലോ, that will make you young. ഈ പഠിച്ച് വളരെ ഹയസ്റ്റ് ആയിട്ടുള്ള ഗ്രേഡ് ഉണ്ടാക്കാനും വിദേശത്ത് പോകാനും അവിടെ ജോലി എടുക്കാനും പിന്നെ ബിൽസ് അടയ്ക്കാനും പിന്നെ പിള്ളേരുമായിട്ട് ഭർത്താവായിട്ട് ഭാര്യയായിട്ട് ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കി അത് സഫർ ചെയ്ത് ജീവിക്കാനും മാത്രമാണോ നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളൊരു തിരിച്ചറിവ് ഇടയ്ക്കെങ്കിലും നിങ്ങൾക്കുണ്ടായാൽ കൊള്ളാം. നമ്മൾ എവിടെയായിരുന്നാലും എന്തായാലും നമ്മൾക്ക് എന്താണോ ഉള്ളത് അതിൽ സന്തോഷം കണ്ടെത്താനായിട്ട് നമുക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യം അതാണ്. അപ്പോൾ വളരെയധികം തിരക്കുള്ള നിങ്ങളുടെ ജീവിതത്തിലേക്ക് വലിയ വലിയ മാറ്റങ്ങൾ വരുത്താനുള്ള കൊച്ചു കൊച്ചു ടിപ്പുകളിൽ ഒരു ടിപ്പാണ് ഇത്. അപ്പോൾ കൂടുതൽ ടിപ്പുകളുമായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ പിന്നെ